ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിലും ഊർജ്ജ സംഭരണ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ ബാറ്ററി ഡിമാൻഡ് 2025 33 ജിഗാവാട്ട് അവറിൽ നിന്ന് 2027 92 ജിഗാവാട്ടായും 2032 7 മടങ്ങ് വർദ്ധിച്ച് 236 ജിഗാവാട്ട് അവറായും കുതിച്ചുയരുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിന് പ്രധാന കാരണം കേന്ദ്ര സർക്കാരിന്റെ ശക്തമായിട്ടുള്ള നയങ്ങളാണ്. അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ബാറ്ററി നിർമ്മാണത്തിനായി 18,100 കോടി രൂപയുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. 50 ജിഗാവാട്ട് നിർമ്മാണ ശേഷി ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലുമുപരി അടുത്ത 5 വർഷത്തിനുള്ളിൽ ബാറ്ററികളിൽ 60% തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ചേരുവകൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വാല്യൂ അഡീഷൻസ് ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ബാറ്ററി ഘടകങ്ങൾക്കായി പ്രത്യേക PLI പദ്ധതിയും വരുന്നുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇനി സ്വന്തമായ ബാറ്ററി കെമിക്കലുകളും റോ മെറ്റീരിയലും ഉൽപ്പാദിപ്പിക്കും. ഈ ഒരു വിപ്ലവത്തിൽ സെൽ നിർമ്മിക്കുന്ന കമ്പനികളെക്കാൾ കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനാവശ്യമായിട്ടുള്ള കെമിക്കലുകളും കോമ്പണൻസും വിതരണം ചെയ്യുന്ന സപ്ലൈ ചെയിൻ കമ്പനികളാണ്. ഈ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അടുത്തിടെ അവരുടെ Q1 FY27 സാമ്പത്തിക ഫലങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള 3 പ്രമുഖ കമ്പനികളെയും അവയുടെ സമഗ്രമായ വിശകലനവും നമുക്ക് നോക്കാം. ആദ്യത്തെ കമ്പനി നിയോജൻ കെമിക്കൽസ് ആണ്. ലിഥിയം അയൺ ബാറ്ററികളിൽ ഏറ്റവും പ്രധാന ഘടകങ്ങളായിട്ടുള്ള ഇലക്ട്രോലൈറ്റുകളും ലിഥിയം ഇലക്ട്രോലൈറ്റ് സാൾട്ടുകളും ഉൽപ്പാദിപ്പിക്കുന്നതിൽ തങ്ങളുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനിയായിട്ടുള്ള നിയോജൻ അയോണിക്സ് വഴി വലിയ മുന്നേറ്റമാണ് ഇവർ നടത്തുന്നത്. കമ്പനിയുടെ ശേഷി വിപുലീകരണവും കണക്കുകളും നോക്കാം. Q1 FY27 ഇവരുടെ ബാറ്ററി ഉപകമ്പനി മാത്രം 19 കോടി രൂപയുടെ റെക്കോർഡ് വരുമാനമാണ് നേടിയത്. കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ഇത് വെറും 5 കോടി രൂപയായിരുന്നു. FY26 ആകെ നേടിയ വരുമാനത്തിന്റെ 50%-ലധികവും ഈ ഒറ്റ പാദത്തിൽ ഇവർ നേടി. ദാഹേജ് സ്പെഷ്യൽ എക്കണോമിക് സോൺ പ്ലാന്റിലെ ഉൽപാദനം ഇതിന് വലിയ തുണയായി. ബാറ്ററി മെറ്റീരിയലുകൾക്കായി ആകെ 1795 കോടി രൂപയുടെ വിപുലീകരണ പദ്ധതിയാണ് കമ്പനി നടപ്പിലാക്കുന്നത്. ഇതിൽ 1298 കോടി രൂപ ഇതിനോടകം നിക്ഷേപിച്ചു കഴിഞ്ഞു. FY27 ഇലക്ട്രോലൈറ്റ് ഉൽപാദനം 32,000 മെട്രിക് ടണ്ണായും അതോടൊപ്പം ലിഥിയം സോൾട്ട് ഉൽപാദനം 5,500 മെട്രിക് ടണ്ണായും ഉയർത്താനാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനെല്ലാം പുറമെ 2021 ജാപ്പനീസ് കമ്പനിയായിട്ടുള്ള MUISമായി ഒപ്പുവെച്ച ലൈസൻസിംഗ് കരാർ വഴി സാങ്കേതിക വിദ്യ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ സെൽ നിർമ്മാതാക്കളിൽ നിന്നും അമേരിക്കയിലെ 3 പ്രമുഖ ഇലക്ട്രോലൈറ്റ് നിർമ്മാതാക്കളിൽ നിന്നും ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രാഥമിക അംഗീകാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. Q1 FY27 സാമ്പത്തിക ഫലങ്ങൾ നോക്കുമ്പോൾ നിയോജന വരുമാനം 34% വർധനവാണ് രേഖപ്പെടുത്തിയത്. EBITDA 53% ഉയർന്ന് 48 കോടി രൂപയും ലാഭം 67% വർദ്ധിച്ച് 17 കോടി രൂപയും ഉയർന്നിട്ടുണ്ട്. EBITDA മാർജിൻ 19.3% ഉയരുകയും ചെയ്തു. തുടർന്നുള്ള കാപെക്സിനായി 600 കോടി രൂപ സമാഹരിക്കാനും കമ്പനി ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത കമ്പനി നോക്കാം. രണ്ടാമത്തെ കമ്പനി HEG ലിമിറ്റഡ് ആണ്. തങ്ങളുടെ ഉപകമ്പനിയായിട്ടുള്ള ദി അഡ്വാൻസ്ഡ് കാർബൺ കമ്പനി വഴി ലിഥിയം അയൺ ബാറ്ററികൾക്ക് ആവശ്യമായിട്ടുള്ള സിന്തറ്റിക് ഗ്രാനൈറ്റ് ആനോഡുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ്ങിനും മികച്ച ശേഷിക്കും സിന്തറ്റിക് ഗ്രാഫൈഡ് ആനോഡുകൾ വളരെ അത്യാവശ്യമാണ്. ചൈനയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനോഡ് നിർമ്മാതാക്കളാണ് HEG ലക്ഷ്യമിടുന്നത്. 2027 സാമ്പത്തിക വർഷത്തോടെ 20,000 ടൺ ശേഷിയുള്ള പ്ലാന്റും 2030 ഇത് 60,000 ടണ്ണായി വികസിപ്പിക്കാനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഉയർന്ന എനർജി ഡെൻസിറ്റി, അതായത് 20%-ലധികം ഡെൻസിറ്റി നൽകുന്ന സിലിക്കൺ ഡോപ്ഡ് സിന്തറ്റിക് ഗ്രാഫൈറ്റും സ്വന്തമായി ഗ്രാഫീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഇവർ വികസിപ്പിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ മണ്ഡി ദ്വീപിലുള്ള 200 മെട്രിക് ടൺ പൈലറ്റ് പ്ലാന്റിലെ സാമ്പിളുകൾ അന്താരാഷ്ട്ര കമ്പനികൾ അംഗീകരിച്ചിട്ടുമുണ്ട്. 40,000 മെട്രിക് ടണ്ണിലധികം സപ്ലൈ ചെയ്യുന്നതിനായി പ്രമുഖ ആഗോള വാഹന സെൽ നിർമ്മാതാക്കളുമായി ഇവർ ചർച്ചകൾ നടത്തിവരികയാണ്. ഒന്നാം ഘട്ട ശേഷിയുടെ 70% ഉടൻ കരാറിലാകും. ആനോഡ് പ്രൊജക്ട് പ്രവർത്തനക്ഷമമാകുന്ന ആദ്യ വർഷത്തിൽ 600 മുതൽ 700 കോടി രൂപയും രണ്ടാം വർഷത്തിൽ 1,200 കോടി രൂപയിലധികം വരുമാനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലെ EBITDA മാർജിൻ ലക്ഷ്യം 35%. കമ്പനിയുടെ പരമ്പരാഗത ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ബിസിനസ് നോക്കിയാൽ Q1 FY27 വരുമാനം 11% വർദ്ധിച്ച് 681 കോടി രൂപയാണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി 90% മുകളിൽ എത്തിയതോടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 42% വർദ്ധിച്ച് 151 കോടി രൂപയായി. ലാഭം 23% വർദ്ധിച്ച് 122 കോടി രൂപയുമാണ്. മാർജിൻ 17% നിന്ന് 22% ഉയർന്നതും ശ്രദ്ധേയമാണ്. ഇനി മൂന്നാമത്തെ കമ്പനി ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ്. തങ്ങളുടെ ന്യൂ എനർജി മെറ്റീരിയൽസ് പ്ലാറ്റ്ഫോം വഴി ലിഥിയം അയൺ ഫോസ്ഫൈഡ് കാഥോഡ് മെറ്റീരിയൽസിനും ആനോഡുകളുമാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.
സുരക്ഷയും ദീർഘായുസ്സും ഉള്ളതിനാൽ മാസ് മാർക്കറ്റ് ഇലക്ട്രിക് വാഹനങ്ങളിലും എനർജി സ്റ്റോറേജുകളിലും LFP ബാറ്ററികളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഹിമാദ്രിയുടെ പ്ലാനുകളും കണക്കുകളും നോക്കാം. ചൈനയ്ക്ക് പുറത്ത് വൻകിട വാണിജ്യാടിസ്ഥാനത്തിൽ LFP കാഥോഡ് നിർമ്മിക്കുന്ന ആദ്യത്തെ കമ്പനിയാകാൻ ഹിമാദ്രി ഒരുങ്ങുകയാണ്. കൂടാതെ FY27 മൂന്നാം പാദത്തിൽ 2000 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള പ്ലാന്റ് പ്രവർത്തനക്ഷമമാകും. FY28ഓടെ ഇത് 40,000 മെട്രിക് ടണ്ണായി ഉയർത്തുകയും ചെയ്യും. ഇതിൽ നിന്ന് മാത്രം 3000 കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 5-6 വർഷത്തിനുള്ളിൽ ഇത് 2 ലക്ഷം മെട്രിക് ടണ്ണാക്കി വികസിപ്പിച്ച് ആഗോള LFP വിപണിയുടെ 2 മുതൽ 3% വരെ കൈയടക്കുകയാണ് കമ്പനി ലക്ഷ്യം. 200 മെട്രിക് ടൺ പെർ ആനം ആനോഡ് പൈലറ്റ് പ്ലാന്റിൽ നിന്ന് 120 മുതൽ 130 കോടി വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ നാനോ ട്യൂബ്സ് പ്ലാന്റും ഇവർ സ്ഥാപിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ബാറ്ററി കമ്പനി, സിക്കോണ തുടങ്ങിയ അന്താരാഷ്ട്ര കമ്പനികളുമായി ഇവർ പങ്കാളിത്തത്തിലുമാണ്. സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വന്നാൽ Q1 FY27 കമ്പനിയുടെ വരുമാനം 28% വർദ്ധിച്ച് 1431 കോടി രൂപയായി. EBITDA 33% വർദ്ധിച്ച് 313 കോടി രൂപയും ലാഭം 27% വർദ്ധിച്ച് 228 കോടി രൂപയായിട്ടും റിപ്പോർട്ട് ചെയ്തു. ഈ 3 കമ്പനികളും വലിയ വളർച്ച മുന്നിൽ കാണുന്നുണ്ടെങ്കിലും ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഇവിടെ വാല്യുവേഷൻസ്, റിട്ടേൺ റേഷ്യോകൾ, പ്രധാന റിസ്കുകൾ എന്നിവ നമ്മൾ നിർബന്ധമായിട്ടും വിലയിരുത്തണം. നമുക്ക് ഈ 3 കമ്പനികളുടെയും പ്രധാന കണക്കുകൾ താരതമ്യം ചെയ്ത് നോക്കാം. ഈ 3 കമ്പനികളുടെയും വാല്യുവേഷനുകളും റിട്ടേൺ റേഷ്യോകളും പരിശോധിച്ചാൽ വ്യക്തമായ ചില വ്യത്യാസങ്ങൾ കാണാം. ഇതിൽ ആദ്യത്തെ കമ്പനിയായിട്ടുള്ള നിയോജൻ കെമിക്കൽസ് 160 എന്ന വളരെ ഉയർന്ന PE മൾട്ടിപ്പിൾ ആണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇൻഡസ്ട്രി ആവറേജ് ആയിട്ടുള്ള 31.9 ടൈംസിനേക്കാളും ഇവരുടെ 3 വർഷത്തെ മീഡിയൻ ആയിട്ടുള്ള 102 ടൈംസിനേക്കാളും വളരെ കൂടുതലാണ്. കൂടാതെ ഇവരുടെ ROI വെറും 3.6%, ROCE 6.5% മാത്രമാണ്. രണ്ടാമത്തെ കമ്പനി ആയിട്ടുള്ള HEG ലിമിറ്റഡിന്റെ PE മൾട്ടിപ്പിൾ 35 ടൈംസ് ആണ്. ഇത് ഇൻഡസ്ട്രി മീഡിയൻ ആയിട്ടുള്ള 37.8 ടൈംസിന്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവരുടെ ROE 7.4%, ROCE 8.4%. എന്നാൽ ഈ 3 കമ്പനികളിലും വെച്ച് ഏറ്റവും മികച്ച റിട്ടേൺ റേഷ്യോ ഉള്ളത് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസിനാണ്. 49.5 എന്ന PE മൾട്ടിപ്പിൾ നിൽക്കുന്ന ഇവരുടെ ഇൻഡസ്ട്രി ആവറേജ് 54.7 എന്നുള്ള ഒരു മീഡിയനിലാണ്. ROE 17.8%, ROCE 22.1%. എന്നാൽ ഈ സ്റ്റോക്കുകൾ നിക്ഷേപിക്കുന്നതിന് മുൻപ് ഇനി നമുക്കുള്ള റിസ്ക് ഘടകങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, വലിയ തോതിലുള്ള വിപുലീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കമ്പനികളുടെ കടബാധ്യതയും പലിശ ചെലവും ഉയരുന്നുണ്ട്. ഉദാഹരണത്തിന്, കേപെക്സ് പ്രഷർ കാരണം നിയോജൻ കെമിക്കൽസിന്റെ ഫിനാൻസ് കോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 64% ഉയർന്ന് 20.8 കോടി രൂപയായിട്ടുണ്ട്. രണ്ടാമതായി, നിയോജൻ പോലെയുള്ള കമ്പനികൾ വളരെ ഉയർന്ന മൾട്ടിപ്പിൾ നിൽക്കുന്നതിനാൽ ഭാവി വിപണി പ്രതീക്ഷിക്കുന്നത്ര വളർച്ച ഉണ്ടായില്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൽ വലിയ തിരുത്തലുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനു പുറമെ വൻകിട ബാറ്ററി നിർമ്മാതാക്കളിൽ നിന്ന് സാമ്പിളുകൾക്ക് ക്വാളിറ്റി അംഗീകാരം ലഭിക്കുന്നതിലെ കാലതാമസം ഉൽപാദനത്തെയും വരുമാനത്തെയും ഒരുപോലെ ബാധിച്ചേക്കാം. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ബാറ്ററി സാങ്കേതിക വിദ്യകൾ നിലവിലെ കെമിക്കലുകളുടെ ആവശ്യകത കുറച്ചേക്കാമെന്നതും ഈ മേഖലയിലെ പ്രധാന റിസ്കുകളാണ്. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ ബാറ്ററി വിപ്ലവത്തിൽ സെൽ നിർമ്മാതാക്കളെക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് ഈ സപ്ലൈ ചെയിൻ കമ്പനികൾ തന്നെയാണ്. നിയോജൻ, HEG, ഹിമാദ്രി എന്നീ കമ്പനികൾ ഉയർന്ന ലക്ഷ്യങ്ങളോടെ വൻ നിക്ഷേപങ്ങളാണ് നടത്തുന്നതും. എന്നാൽ ഇവരുടെ പുതിയ പ്ലാന്റുകളുടെ ഉൽപാദനം കൃത്യസമയത്ത് ആരംഭിക്കുന്നുണ്ടോ എന്നും വാല്യുവേഷനുകളിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നും നിരീക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് ഈ റിസ്ക് ഘടകങ്ങൾ കൂടി വിശകലനം ചെയ്ത് സ്വന്തം റിസർച്ചിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക.